കറിവേപ്പിലയുടെ തയ്യോ അരിയോ ഒന്നും ഇല്ല, എന്നാൽ കറിവേപ്പില വേണേ താനും. അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. വേറെ നല്ല നമ്മൾ കടയിൽ കിട്ടുന്ന നമ്മുടെ തണ്ട് കറിവേപ്പിലയില്ലേ, അതിങ്ങനെ എടുത്തിട്ട് അതിന്റെ തണ്ടെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അതിന്റെ മെയിൻ സ്റ്റെം മാത്രം എടുക്കുക. അതായത് എന്നിട്ട് ഏതെങ്കിലും ഒരു പോട്ടിൽ നിങ്ങൾക്ക് അത് പോട്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ യോഗട്ടിന്റെ ടിന്നിലാണ് പോട്ട് ചെയ്തത്. എൻ്റെ ഉള്ളത് ചകിരിച്ചോറ് മാത്രം ഉള്ളായതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. വേണമെങ്കിൽ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ മഞ്ഞളോടിയോ അലോവരയോ ഫംഗിസൈഡോ എന്തെങ്കിലുമൊക്കെ ആ തണ്ടിൻ്റെ ടിപ്പിൽ തേക്കാം. ഞാൻ ഇതൊന്നും ചെയ്തില്ല, ജസ്റ്റ് വെറുതെ കുത്തി വെക്കുക. നമ്മുടെ ഹ്യൂമിഡിറ്റി അത്യാവശ്യമാണല്ലോ, അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് വാട്ടർ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് സിപ്ലോക്ക് കവർ കൊണ്ട് ഒന്ന് കവർ ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ അതൊരു ഷെയ്ഡഡ്, അതായത് സൺലൈറ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റും അല്ലാത്ത ഒരു ഷെയ്ഡഡ് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. കറിവേപ്പില വളർന്നു കഴിയുമ്പോൾ അതിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം നല്ല സൺലൈറ്റും പിന്നെ നമ്മുടെ ഈ പുളിപ്പിച്ച മോരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം, അതൊക്കെയാണ് അതിന് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ. ഈ ഫോട്ടോ കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ, ഇതിൻ്റെ വിഷനിലുള്ള കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ കുഴിച്ച് വെച്ചതൊക്കെ ഇങ്ങനെ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഞാൻ അപ്ഡേറ്റ്